ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിപ്പോൾ ആറന്മുള വള്ളംകളി കാണാനും സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയൊരു യാത്ര പോവുകയാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളും എല്ലാം കാണാൻ കഴിഞ്ഞു. നമ്മൾ ആലപ്പുഴ വഴിയാണ് പോയത്. ആലപ്പുഴ വഴി ചങ്ങനാശ്ശേരി കയറി തിരുവല്ല ചെങ്ങന്നൂരെല്ലാം കയറി അതുവഴിയാണ് നമ്മൾ പോയത്. ഈ കുട്ടനാടൊക്കെ എത്തിയ സമയത്ത് നല്ല ഭംഗിയായിരുന്നു. നല്ല പച്ചപ്പ് പിടിക്കി കിടക്കുന്ന നല്ല നല്ല ഭംഗിയായിട്ടുള്ള നെൽപ്പാടങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്തൊരു തീരുമാനമാണ്. നമ്മളങ്ങനെ ആറന്മുള എത്തി. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് നമ്മുടെ പള്ളിയോടങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വഞ്ചിപ്പാട്ടൊക്കെ പാടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം 15 വള്ളങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 15 സദ്യയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയ ദിവസം നല്ലതായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ ഈ കരയിലോട്ട് എല്ലാവരും വഞ്ചികളായിട്ട് വന്ന് തൊട്ടടുത്തോട്ട് വന്ന് അടിയുന്നതായിരിക്കും. അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം, ഇത്രയും ജനങ്ങൾ. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇതൊരു വട്ടം കാണണ്ട കേട്ടോ. നമ്മുടെ ലൈഫിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതെല്ലാം ഓരോ വഴിക്കാരാട്ടോ, ഓരോ ദേശത്തിൻ്റെ ഓരോ വള്ളങ്ങളാണ്. അപ്പോൾ എല്ലാ ദേശത്തു നിന്നും വള്ളങ്ങൾ വന്ന് ഇവിടെ വന്ന് കൂടുന്നതായിരിക്കും. അതിന് ശേഷമാണ് അവർ സദ്യ കഴിക്കാനായിട്ട് മുകളിലോട്ട് ആ ക്ഷേത്രത്തിലോട്ട് ചെല്ലുന്നത്.
ഇതാണ് ഇപ്പോൾ വള്ളത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയ ശേഷം ഇങ്ങനെ നടന്നുകൊണ്ട് മുകളിലോട്ട് വരുമ്പോൾ ഇതാണ് അവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയാണ് അവർ സ്വീകരിക്കുക. അവർ സ്വീകരിച്ച ശേഷം ഇതെല്ലാം കൂടി അവർ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുന്നതായിരിക്കും. ഒരു 3 വട്ടം വലം വയ്ക്കുകയോ അങ്ങനെ ചെയ്യുന്നിട്ടാണ് സദ്യ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് അടുത്ത ദേശക്കാരാട്ടോ. അങ്ങനെ ഓരോ ദേശക്കാരെയും സ്വീകരിച്ച് ഇവർ അമ്പലത്തിലോട്ട് കൊണ്ടുവന്ന ശേഷമാണ് ഓരോ ദേശത്തിനുമായിട്ടുള്ള സദ്യ വട്ടം ഒരുക്കിയിരിക്കുന്ന അങ്ങോട്ട് കയറുന്നത്. വള്ളക്കാർക്കായിരിക്കും ഏറ്റവും ഫസ്റ്റ് സദ്യ കൊടുക്കുക. അവർക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണനയും. അവർ കഴിക്കുന്ന സദ്യയിലായിരിക്കും എല്ലാ പ്രഥമങ്ങളും ഉണ്ടാവുക. നമ്മളൊക്കെ കഴിക്കുമ്പോഴേക്കും ഒട്ടും തന്നെ കുറവായിരിക്കും. പിന്നെ ടോക്കൺ എടുക്കണം. 250 രൂപയാണ് ഒരു ടോക്കണ്. അത് വള്ളക്കാരെ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ടോക്കൺ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എടുത്ത് വെച്ചേക്കാം. ക്യൂ നിന്നാൽ എന്തായാലും നമുക്ക് സദ്യ കിട്ടുന്നതായിരിക്കും. ഒരുപാട് നേരം ക്യൂ നിൽക്കണം, എന്നാലേ കിട്ടുള്ളൂ. പിന്നെ വള്ളക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, വള്ളം ഇറങ്ങുന്ന സമയത്ത് വള്ളക്കാരോട് ചോദിച്ചാൽ ബാലൻസ് കൂപ്പൺസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെയും നമുക്ക് കൂപ്പൺ നേടിയെടുക്കാം. അങ്ങനെ ഒരു സദ്യയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 65 കൂട്ടംസ് ഉണ്ടാവും. അതൊക്കെ കാണാൻ തന്നെ ഒരു മനോഹരമാണ്. ഇത് അവിടെ ഓരോ ദേശക്കാരും വന്ന് വഞ്ചിപ്പാട്ട് നടത്തുന്നതാണ്. ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഭക്തിയിൽ വഞ്ചിപ്പാട്ട് മുഴുവനും തത്വമല്ല, കാമ്യഭക്തിയാണ്. ഒരു അലങ്കാരമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആചാര്യന്മാർ അലങ്കാരം എന്ന് പറയുന്ന കാമ്യഭക്തിക്ക് വേണ്ടിയാണ് വഞ്ചിപ്പാട്ടുകൾ രചിച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല അതിമനോഹരമായൊരു ക്ഷേത്രമാണ്. നല്ല ഒരു സമാധാനവും കിട്ടുന്നൊരു ക്ഷേത്രവും കൂടിയാണ്. ഇതിൻ്റെ ഓരോ മുക്കിലും നമുക്ക് എൻ്റെ ഭംഗി കാണാൻ കഴിയും. ഫ്രണ്ടിലെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്രത്തോളം വള്ളങ്ങൾ ഒരു ദിവസം ഇറങ്ങിയിട്ടുണ്ടെന്ന് അവരവിടെ അത് നമുക്കറിയാൻ പറ്റും. ഈ വെച്ചിരിക്കുന്ന പറകളെല്ലാം കണ്ടില്ലേ? ഈ വെച്ചിരിക്കുന്ന പറകളെല്ലാം ഓരോ ദേശക്കാരുടെയും പറകളാണ്. അപ്പോൾ ഇത്രയും വള്ളം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ ഫ്രണ്ടിലും ഓരോ ആൾക്കാരും നിന്ന് വഞ്ചിപ്പാട്ടെല്ലാം പാടുന്നുണ്ട്. ഇത് നമ്മുടെ ഓരോ ദേശക്കാർ എത്തുമ്പോൾ അമ്പലത്തിൻ്റെ വാതിക്കൽ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അവർ വീണ്ടും വലം വയ്ക്കാൻ പോകും. അങ്ങനെ അവർ 3 വട്ടം അമ്പലം വളം വെച്ച ശേഷമാണ് സദ്യ കഴിക്കാനായിട്ട് ചെല്ലുക. ഇപ്പോൾ അതേ അവർ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് തുടങ്ങി. ഈ കാണുന്നതാണ് ഇത്രയും വിഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സദ്യക്കകത്ത് ഇല്ലാത്ത വിഭവങ്ങൾ അവർ പാട്ട് പാടിയാണ് ചോദിക്കുക. വഞ്ചിപ്പാട്ടിലൂടെ പാടി അവർ ഓരോ വിഭവങ്ങളും ചോദിച്ച് മേടിക്കുന്നതാണ് ഈ കാണുന്നത്. ഇല്ലാത്ത സാധനങ്ങൾ അവർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടില്ല, ഇതുപോലെയാണ് അവർ ചോദിച്ച് മേടിക്കുമ്പോൾ കൊടുക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു സംഭവം കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ഒരു ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. സൂപ്പർ ഒരു പരിപാടിയാണിത്. മെയിൻ അവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് സദ്യയാണ്. അത് കഴിക്കണം. അത് കഴിക്കാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് തന്നെ.
അങ്ങനെ ഞങ്ങൾ നിന്ന് ഒരു വിധമായി ഒരുപാട് നേരം നമ്മൾ ക്യൂ നിന്ന് അവസാനം ഞങ്ങൾക്ക് ഒരു പന്തി കിട്ടി. അങ്ങനെ അതിന് ശേഷം ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അതേ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾക്ക് അധികം ഒന്നും കിട്ടിയില്ല, കുറച്ച് വിഭവങ്ങളെ കിട്ടിയുള്ളൂ. അതിൽ വെച്ച് തൃപ്തിപ്പെട്ടു. മാക്സിമം എങ്ങനെയെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. പായസം കിട്ടി. പായസം ഞങ്ങൾക്ക് 6 തരം ഉണ്ടാവുന്നതാണ്. ഞങ്ങൾക്കൊരു 4 എണ്ണം കിട്ടി, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇലയൊക്കെ മടക്കി മെല്ലെ അവിടെ നിന്ന് എണിച്ചു. പിന്നെ നമ്മൾ റിട്ടേൺ തിരിച്ചു. അങ്ങനെ ആലപ്പുഴ വഴി തന്നെയാണ് വന്നത്. നല്ല നല്ല കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.